is AI anyway? So AI is basically artificial intelligence. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താ? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ റിയൽ അല്ലാത്ത ഒരു സാധനം, റൈറ്റ്? മനുഷ്യന്മാരുണ്ടാക്കിയൊരു സാധനം അങ്ങനെ വിചാരിക്കാം അല്ലേ? സോ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ അതാ ബേസിക്കലി മനുഷ്യന്മാർ ഒരു കാര്യം ഉപയോഗിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം പഠിച്ചിട്ട് അത് വെച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നു. ബേസിക്കലി ഞാൻ പഠിക്കുക, ഇതൊരു റിമോട്ടാണ്, ആ റിമോട്ട് വെച്ചിട്ട് വേറൊരാൾ എൻ്റെ അടുത്ത് വെച്ചു റിമോട്ട് ഇതെന്താന്ന്, ഞാൻ പറയും റിമോട്ടാണ്. അതാ ബേസിക്കലി ഇൻ്റലിജൻസ്. ABCD പഠിച്ചിട്ട് ആ അടുത്ത ദിവസം സംസാരിക്കാനും എഴുതാനോ ABCD ഉപയോഗിക്കും. അതാണ് ഇൻ്റലിജൻസ്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് രണ്ടും കൂടെ കൊണ്ടുവരുമ്പം വി ഗെറ്റ് AI. സോ അതാണ് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്മാരുണ്ടാക്കിയ ഒരു ബുദ്ധി എന്ന് പറയാം. ഓക്കെ, why did I get into AI? I really like video editing. So video editing, it took me around like 2 months. പക്ഷേ അത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവനുണ്ട്. ബട്ട് സാധാരണ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2 മാസമൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ വിചാരിച്ചു ഇത് സ്പീഡാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പഠിത്തവും ഇത് വീഡിയോ എഡിറ്റിങ്ങും യൂട്യൂബും എല്ലാം കൂടെ തല ചെയ്തായിരുന്നു. അപ്പോഴെനിക്കൊരു ടൂൾ കിട്ടി. ഞാൻ ജസ്റ്റ് സ്പീഡാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിയപ്പോൾ ആ ഫയർ കട്ട് എന്ന് പറഞ്ഞൊരു ടൂൾ കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗമാകുമെന്ന് എനിക്കറിയത്തില്ല. ബേസിക്കലി തന്നെ ഇപ്പം ഇങ്ങനത്തെ സാധനമൊക്കെ ആഡ് ചെയ്യും, എന്താ ടോപ്പിക് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്ത് തരും. ഇപ്പം ഈ ഒരു വ്യൂ മറ്റേ വ്യൂ ബേസിക്കലി ക്യാമറ ആംഗിളൊക്കെ മാറ്റാനൊക്കെ തന്നെ ചെയ്യും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്ത് തലവേദനയാണ് ഇത് ചെയ്യാൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി ദിസ് ടൂൾ. പിന്നെ ഇപ്പോൾ ഇത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിൽ ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ സൂമിനും ചെയ്യും. സോ ആ സത്യം പറയട്ടെ, എൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ ഇറ്റ് ഈസ് ഹൈലി എഡിറ്റഡ്. ഹൈലി തന്നെ നല്ലതായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ടൂളാണെങ്കിൽ എന്നെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ആൽഗോരിതംസ് ഒക്കെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് മോർ ഓൺ ദാറ്റ് ലേറ്റർ. വേറൊരു കാര്യം പിന്നെ പറയാം. ഓക്കെ, സോ ബേസിക്കലി ദാറ്റ് ഈസ് വൈ ഐ ഗോട്ട് ഇൻ ടു AI. നിങ്ങൾ AI ടൂൾസ് ഉപയോഗിക്കാറുണ്ടോ? ഓക്കെ, നമ്മുടെ പാട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആക്ട് ചെയ്യാം. പക്ഷെ പാട്ട് കേൾക്കണ്ടെന്നാണോ യെസ് പറഞ്ഞത്? ഓക്കെ ഓക്കെ, കേൾക്കാം. സോ AI ക്യൂരിയസ് ടു AI സീരീസ് ആ ഒരു വാക്കിന് എന്തുകൊണ്ടോ നോക്കണേ. ഫുള്ളി AI ജനറേറ്റഡാ. ഫ്രം ഈ ലിറിക്സിൽ പാടുന്ന ആരാന്നറിയോ? AI രണ്ടും ആൾക്കാർക്കറിയാം. ബേസിക്കലി AI പാട്ട് പാടുന്നത്. ഡ്രംസും ഫുൾ മ്യൂസിക് ഉണ്ടാക്കിയത് ആരാന്നറിയോ? AI. ഏതാ ടൂൾ ഉപയോഗിച്ചെന്നറിയോ? സൂണു. വെച്ചല്ലേ? യെസ്, ഓക്കെ. സോ ബേസിക്കലി സൂണു AI എന്ന് പറഞ്ഞാൽ ഒരു AI ടൂൾ വെച്ചിട്ട് ഈ ഫുൾ പാട്ട് ഉണ്ടാക്കിയത്. ഇവിടെ ഞാനൊരു 5 മിനിറ്റ് എടുത്ത് കാണും ഈ പാട്ടൊക്കെ ഉണ്ടാക്കാൻ. പക്ഷേ റിയൽ ലൈഫിൽ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇറ്റ് ടേക്സ് ലെസ് ദൻ 30 seconds ടു മേക്ക് മ്യൂസിക്. ഓക്കെ, ഷാൽ ഐ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്? ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തിനാ AI ഉപയോഗിക്കാൻ തുടങ്ങി. എൻ്റെ ലൈഫ് കുറേ ഈസി ആക്കി. ഒരു AI ടൂള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഗ്ലിംസ് നിങ്ങൾക്ക് കിട്ടി. എന്താ AIക്ക് ചെയ്യാൻ പറ്റുന്നത്. നൗ ബിഫോർ ദാറ്റ് AIക്ക് 2 വേർഷൻസ് ഉണ്ട്. വീക്ക് AI ഓർ നാരോ AI ആൻഡ് സ്ട്രോങ് AI ഓർ ജനറൽ AI അല്ലെങ്കിൽ AGI എന്ന് പറയും. ഞാൻ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ തരാം. വീക്ക് AIയുടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ തരാം. സോ നിങ്ങളിപ്പം സിരി ഉപയോഗിക്കാറില്ലേ? സിരി അറിയാം, എനിക്ക് ആപ്പിളത്ര ഇഷ്ടമല്ല, പക്ഷെ സിരി അതൊരു വീക്ക് AI. പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അതും ഒരു വീക്ക് AI. പക്ഷേ എലക്സ അതും വീക്ക് AI. ChatGPT വീക്ക് AI ആണോ? ആണ്, വീക്ക് AI ആണ്. സോ ഇപ്പം നിങ്ങൾ കേട്ട പാട്ടില്ലേ,
അതും വി കെ ഐയുടെ ഒരു ഭാഗമാണ്. സോ ചാറ്റ് ജി പി ടിയും വി കെ ഐ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്ത് വി കെ ആയിട്ട് സ്ട്രോങ് എ എന്താ ഞാൻ പറയാൻ നോക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം. സോ വീക്ക് എ ഐ എന്ന് പറഞ്ഞാൽ ഇമോഷൻ അത്ര ഇല്ല അവർക്ക്. ബേസിക്കലി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം അതിന് ഒരു ബേസ് ഉണ്ട്. അടുത്തത് എന്താ എഴുതണ്ടേ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് അതിനൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഇപ്പം സുണോയാണെങ്കിൽ പാട്ട് പാടണം, ഇപ്പം സിരി ആണെങ്കിൽ ഹിയർ ഇസ് ഹൗ യു സപ്പോസ് ടു ഹായ് പറഞ്ഞാൽ ഹൗ ആർ യു തന്നെ പറയണം, അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്തൊന്ന് പറയണം. ഇറ്റ് ഈസ് നോട്ട് ആസ് ഇൻ്റലിജൻറ്റ്. ഇപ്പം ചാറ്റ് ജി പി ടി ആണെങ്കിൽ എന്തെങ്കിലും പറയുമല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചാറ്റ് ജി പി ടി ഇൻ്റലിജൻ്റ് അല്ലേ? ഇല്ല, അതിന് ഇമോഷൻസ് ഇല്ല. അത് സാഡ് ആംഗ്രി ഒന്നും ആകത്തില്ല അല്ലേ? ആവോ? ആ ചാറ്റ് ജി പി ടി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം എക്സാമ്പിൾ തരാം. ചാറ്റ് ജി പി ടി ഇങ്ങനെ ബേസിക്കലി അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗൂഗിളിലുള്ള ഇത്രയും കാര്യം എടുത്തിട്ട് നമ്മൾ ചാറ്റ് ജി പി ടിനെ പഠിപ്പിക്കും. അപ്പോൾ ബേസിക്കലി അതെടുത്ത് ഹേ എന്നൊരു ഹ്യൂമൻ എലിമെൻ്റ് ഉണ്ട് അവിടെ, എങ്ങനെ ഒരു മനുഷ്യൻ സംസാരിക്കുന്നതിന് ഇതിന് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആ ഒരു ഹ്യൂമൻ എലിമെൻ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ സാധനം തന്നെ എടുത്തിട്ട് കുഞ്ഞിതാക്കി എഴുതുന്നു. അത്രയേ ഉള്ളൂ ഇൻ എ വേ സമ്മറൈസ് ചെയ്തിട്ട്. ഓക്കെ, മേക്ക് സെൻസ്? ചൈനീസ് റൂം എക്സ്പെരിമെൻറ്റ് ബേസിക്കലി ഇമാജിൻ ചെയ്യോ. ഇത് ബേസിക്കലി ആ സ്ട്രോങ് എ ഐ എന്താ ഡിഫറൻസ് ഞാൻ പറയാൻ വേണ്ടിയാണ്. സോ ഒരു വീക്ക് എ ഐ ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ ഒരു ബോയ് ഉണ്ടെന്ന് വിചാരിച്ചു, ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, ദാറ്റ് ബുക്ക് പക്ഷെ അതിന് ചൈനീസ് അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയാം. ആ ബുക്ക് ഒരു കഥയാണ് ബേസിക്കലി. ബുക്ക് വായിക്കുന്ന ഇടയ്ക്ക് ഒരു പെണ്ണ് വന്ന് ഒരു ലെറ്റർ ഇടുന്നു ആസ്കിങ് ഡു യു നോ ചൈനീസ്. അപ്പോൾ അവനെന്ത് പറയും? ബൈ ദ ഓൾ ദീസ് ആർ എ ജനറേറ്റഡ് പിക്ചേഴ്സ്. ഓക്കെ, അപ്പം അവൻ പറയും, അത് വായിക്കുമ്പോൾ അവന് മനസ്സിലാവോ? ഇല്ല. എന്താ അവന് ചൈനീസ് അല്ലേ അറിയുന്നത്, ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. അപ്പോൾ അവനത് വായിച്ചിട്ട് പറയും ഐ ഡു നോട്ട് നോ ചൈനീസ് എന്ന് പറയൂ? ഇല്ലല്ലോ, ആൻസർ ചെയ്യണമല്ലോ. ഓക്കെ, സോ എന്ന് കഴിഞ്ഞാൽ ആ ബുക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. എ ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്, ബി ഈക്വൽ ടു ഈ ചൈനീസ് വാക്ക്. അപ്പം റിപ്ലൈ ചെയ്യാൻ വേണ്ടി ഐ നോ ചൈനീസ് എന്ന് റിപ്ലൈ ചെയ്യാൻ വേണ്ടി ആ വാക്കുകൾ എടുത്തിട്ട് ഓക്കെ ഐയുടെ പകരം ഏത് ചൈനീസ് വാക്കാണ്, ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ്. സോ അങ്ങനെ ഒരു കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതെടുത്ത് ഒരു ടേബിളിൻ്റെ മേളിൽ ഇങ്ങനെ അലൈൻ ചെയ്തിട്ട് ആ പെണ്ണിനെ തിരിച്ചെടുത്തു. നമുക്ക് നോക്കാം. എന്നിട്ട് ആ പെണ്ണ് വയ്ക്കുമ്പോൾ വിചാരിക്കുന്ന എന്താ, ഓ ഇവന് ചൈനീസ് അറിയാം. പക്ഷേ ഇൻ റിയാലിറ്റി അവന് ചൈനീസ് അറിയാമായിരുന്നോ? ഇല്ല. കറക്റ്റ്. സോ because he had a set of instructions on how to talk Chinese, he was able to talk, right? അത് തന്നെയാണ് ചാറ്റ് ജി പി ടിയിൽ നടക്കുന്നത്. മേക്ക് സെൻസ്? ഓക്കെ, സോ നൗ ദാറ്റ് യു നോ വാട്ട് ഈസ് വീക്ക് എ ഐ ആൻഡ് സ്ട്രോങ് എ ഐ സ്ലാഷ് എ ജി ഐ, അതിൻ്റെ ഒരു ഡിഫറൻസ്. എ ജി ഐയുടെ കുറച്ച് എക്സാമ്പിൾസ് അറിയോ ആർക്കെല്ലാം അറിയോ? ഇല്ല. എന്നാൽ എ ജിയുടെ എക്സാമ്പിൾസ് ഇല്ല. ബിക്കോസ് സ്റ്റിൽ നൗ ഇപ്പം ചാറ്റ് ജി പി ടി 5 ഒക്കെ എ ജി എന്നൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി ഒരു ഇമോഷനുള്ള നമ്മൾ പോലെ ആക്ച്വലി തിങ്ക് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് അല്ലാത്ത ഒരു മോഡലായിരിക്കും റിയൽ എ ജി ഐ. ഇമോഷൻ, ദേഷ്യപ്പെടുന്നു, ഒരു ടാസ്ക് പറഞ്ഞിട്ട് ആ ടാസ്കിൽ നിന്ന് സബ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇതുണ്ടാക്കാൻ പറയാം, ഫുഡ് ഏതാ ഫുഡ് ഉണ്ടാക്കുന്നത്, എങ്ങനെ ഉണ്ടാക്കുന്നത്, ഏത് പാത്രം എടുക്കണം, ഏത് തീ ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കണം, മീൻസ് ഓവറോൾ ആ ഒരു സബ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് എ ജി ഐ. ഓക്കെ, ഇത് ഇനി ഒരു എക്സാമ്പിൾ തരാം. എ ഐ എങ്ങനെ നമുക്കിപ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ മനസ്സിലായി, അതൊക്കെ ചെയ്തു. ഇനി ഐ വിൽ ബി ടീച്ചിങ് യു ഹൗ എ ഐ തിങ്സ്. ഞാൻ ടീച്ചൊന്നുമല്ല, ബട്ട് സ്റ്റിൽ. ഓക്കെ, റെസ്റ്റോറൻറ്റ് എന്നൊരു ഐഡിയ നിങ്ങൾ വിചാരിക്കുക. റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാറില്ലേ? പുറത്തുനിന്ന് എനിക്കും കഴിക്കാൻ ഇഷ്ടം. ഓക്കെ, സോ അതും ആൻഡ് ദി ഐഡിയ നിങ്ങൾ വിചാരിക്കും ഡെലിവറി എന്നൊരു ഐഡിയയും കൂടെ. ഓക്കെ, അത് രണ്ടും മിക്സ് ആകുമ്പം എന്തായിരിക്കും? റെസ്റ്റോറൻറ്റ്, ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സ്ഥലം, ആൻഡ് ദി ഐഡിയ ഓഫ് ഇപ്പം ഡെലിവറി. ഇപ്പോൾ ഒരു സാധനം ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് കൊടുക്കുന്നത് TTDC അങ്ങനെ കുറേ സ്ഥലമില്ലേ, അതൊക്കെ ബേസിക്കലി അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ വാട്ട് ഐഡിയ ഡു വി ഗെറ്റ്? കറക്റ്റ്, യെസ്, ഫുഡ് ഡെലിവറി. ഈ എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി, ഈ ഒരു രണ്ട് ഐഡിയാസ് മിക്സ് ചെയ്യുമ്പോൾ ഒരു പുത്തൻ ഐഡിയ വരുന്നത്. ദാറ്റ് ഈസ് ഹൗ എ ഐ തിങ്സ് ടു. ഞാൻ ഒരു എക്സാമ്പിൾ തരാം. എനിക്ക് ഗ്രീൻ ചെയർ ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ആവക്കാഡോയും ഇഷ്ടമാണ്. അത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ജസ്റ്റ് തിങ്ക്, എ ചെയർ ആൻഡ് ആൻ ആവക്കാഡോ മിക്സ് ചെയ്യുമ്പോൾ നേരെ ആവക്കാഡോ ചേർന്നും പറയാം. ഓൾമോസ്റ്റ് റൈറ്റ്. സോ ബേസിക്കലി അങ്ങനെയാണ് എ ഐ തിങ്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ടെക്സ്റ്റ് ഇമേജ് ജനറേറ്റർ ഒക്കെ വെച്ച് ടെക്സ്റ്റ് ചെയ്യുമ്പം അതിനെങ്ങനെ ഈ ആവക്കാഡോ ഇരിക്കുന്നത്, അതിനറിയാം എങ്ങനെ ചെയർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുക ആവക്കാഡോ ചെയറിലുള്ളതെന്ന് പറയുമ്പോൾ രണ്ട് മിക്സ് ചെയ്യും. പക്ഷേ ഈ ഹ്യൂമൻസ്
നമ്മൾ AI എങ്ങനെ മിക്സ് ചെയ്യുന്നത് കഴിഞ്ഞാൽ മില്യൺസിലായിരിക്കും മിക്സ് ചെയ്യുന്നത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഹ്യൂമൻസ് മിക്സ് ഇൻ ട്രില്യൺസ്. അത് നമുക്കൊരു ഇത്ര അറിയത്തില്ല. പക്ഷേ സ്റ്റിൽ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി ഈസ് സിമിലർ ടു AI ക്രിയേറ്റിവിറ്റി. മേക്ക് സെൻസ്? ഓക്കെ, കുറച്ചുകൂടെ ആയിട്ടൊക്കെ പറയാം ഇവിടെ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ AI ക്രിയേറ്റിവിറ്റി വർക്ക്സ്. ഇതെൻ്റെ കുറച്ചൊരു പഴയ വീഡിയോ, ഇപ്പോഴത്തെ അല്ല. ബേസിക്കലി ഐ എം ജസ്റ്റ് ഈ വീഡിയോ ഞാൻ കുറേ AI വെച്ച എഡിറ്റ് ചെയ്ത്. ഈവൻ ടുക്ക് എ ലോട്ട്, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ആൻഡ് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് വർക്ക്. പക്ഷേ AI വെച്ച് തന്നെ ഈ ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്ത്. ഐ നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് പ്രൊഫഷണൽ ആൻഡ് ഓൾ, ബട്ട് സ്റ്റിൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ഹൗ മച്ച് AI helped me. Okay, anyway, let's come to the next topic. AI can do anything. Can AI do anything? Literally do anything. എക്സാമ്പിൾസ് തരാം. ഇപ്പം നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് എന്തെങ്കിലും റിമൈൻഡേഴ്സ് തരാൻ വേണ്ടിയിട്ട്, ക്ലോക്ക് വെക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ ഹെൽപ്പ് ഉണ്ട്. പിന്നെ അസിസ്റ്റൻ്റ് പോലെ, പിന്നെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യും, പിന്നെ പ്രൊജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്യും. യെസ്, കറക്റ്റ്. ഞാൻ ഉണ്ടാക്കിയൊരു പ്രൊജക്റ്റാ ന്യായസാത്തി. ആരെല്ലാം ഒരാൾ ഇവിടെ വിളിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? എല്ലാ സെക്ഷൻസ് പറയാൻ പറ്റുമോ? ലോസ് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ വണ്ടിയിൽ ട്രെയിനിലോ എവിടെയെല്ലാം കാണാതെ പോയി, അല്ല ആരും തട്ടിപ്പിടിച്ചു, എന്താ നിങ്ങൾക്ക് അറിയാം അടുത്ത സ്റ്റെപ്പ്? പോലീസിൻ്റെ അടുത്ത് പോയി പറയാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. വേണമെങ്കിൽ റെയിൽവേ മാസ്റ്റർ അടുത്ത് പോയി അങ്ങനെയൊക്കെ പറ്റും. പക്ഷെ ഇത് കറക്റ്റായിട്ട് അടുത്ത സ്റ്റെപ്സ് പറയും, എന്താ ചെയ്യണ്ടേ, അങ്ങനെയായിട്ടുള്ള ഒരു ബോട്ടാ ന്യായസാത്തി. ബേസിക്കലി ഓരോരോ സിറ്റുവേഷൻസിൽ നമുക്കിപ്പോൾ ലോയർ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ ഓരോരോ, ഞാൻ ഇവിടെ നിന്ന് മാർക്കറ്റിംഗ് ചെയ്യുമെന്ന്, ബേസിക്കലി എന്ത് വേണമെങ്കിലും ഒരു ലോയറുടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഞാനിത് കൊണ്ടുവന്നത്. ബട്ട് ഹൂ കാണ്ട് അഫോർഡ് ലോയർ ആർ. ഓക്കെ, ഫസ്റ്റ് ഇമേജ് ജനറേഷൻ. നമ്മൾ ഇനി ഒരു കുറച്ച് കളികൾ കളിക്കാൻ പോവാം. കുറച്ച് എക്സാമ്പിൾസ് കാണിച്ച്. നിങ്ങൾക്കറിയാലോ വെച്ച് പഴങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന്? അറിയത്തില്ല. അപ്പം ഇത്രയും ഞാൻ എന്താ പറഞ്ഞത്? ഓക്കെ, അടുത്ത സ്ലൈഡ് എടുത്തോ. ഓക്കെ, സോ 3 പടങ്ങളുണ്ട്. ഇന്നത്തെ AI അല്ലാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓൾ ഓഫ് ദം ആർ AI. എനിക്കറിയാം അവിടെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാന്ന്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു അനദർ എക്സാമ്പിൾ. വോയിസ് ജനറേറ്റർ. Can you guess if this sound is real or not? അത് AI ആണോ എൻ്റെ ശബ്ദമാണോ? അതെൻ്റെ ശബ്ദം ഞാൻ സ്പീഡ് ചെയ്താ. ഓക്കെ, അടുത്തത്. ഓക്കെ, Hi, can you guess if this sound is real or not? അത് AI ആണോ? അതെ, AI, കറക്റ്റ്. ഓക്കെ, ഒരെണ്ണം ഗസ് ചെയ്തു. 1 point versus 3. ഓക്കെ, Hola, ¿puedes adivinar si este sonido es real o no? അത് AI ആണോ എൻ്റെ ആണോ? അത് AI. അത് ഞാൻ ആ സെയിം ശബ്ദം എടുത്തിട്ട് AI ട്രാൻസ്ലേറ്ററിനകത്ത് ഇട്ടിട്ട് ചെയ്ത്. സൗണ്ട്സ് നിങ്ങളിപ്പോൾ കേട്ടത് ആർ മോസ്റ്റ്ലി AI. ജസ്റ്റ് ആദ്യത്തെ മാത്രം AI അല്ല, ബാക്കി 2 AI. മൂന്നാമത്തെ യു ഗൈസ് വാസ് ഷോക്ക്ഡ്, റൈറ്റ്? എൻ്റെ ശബ്ദം, എനിക്ക് സ്പാനിഷ് അറിയാത്ത ഒരാളാണ് ഞാൻ. വലിയ പ്രോഡജി ഒക്കെ ആണെന്ന് എല്ലാവരും പറയാം, ബട്ട് ഐ എം നോട്ട്. ഐ നോ ലൈക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം. മലയാളമൊക്കെ ഇംഗ്ലീഷ് ആളൊക്കെ പറയുമല്ലേ, ബട്ട് അത്രയൊക്കെ അറിയാം. But I do not know Spanish, and because of AI I was able to speak that, and then I'll get into depth later on. Okay, now ഞാൻ ഇനി ഒരു പാട്ട് കേൾപ്പിക്കാം. ആദ്യം ഓൾറെഡി കേൾപ്പിച്ചു, പക്ഷേ ഇത് കേൾപ്പിക്കാം. ഇത് AI ആണോ ആണോ അല്ലയോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, Fuzzy caterpillars, yeah, they catching eyes. Crawl in the meadows, they bring in the vibes. Colorful coats, yeah, they feel the fly. Oh yeah, caterpillar vibes, we cruising all the way. On a caterpillar vibes, we vibing all day. Caterpillar vibes, playing in the hood. In a caterpillar vibes, yeah, we up to no good. okay, is this AI? അത് ആക്ച്വലി ഒരു റിയൽ പാട്ടാ. നിങ്ങളെ കൺഫ്യൂസ് ചെയ്ത് ആദ്യം കേൾപ്പിച്ചത് ഇത് ആക്ച്വലി അതും ഇതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾ മനസ്സിലായില്ലേ? ആക്ച്വലി റിയൽ പാർട്ട് ആക്ച്വലി കൺഫ്യൂസ്ഡ് യു ടു തിങ്ക് ദാറ്റ് ഇറ്റ് വാസ് AI ജനറേറ്റഡ്, റൈറ്റ്? ദ ഫസ്റ്റ് സോങ് വാസ് മച്ച് ബെറ്റർ ഈവൻ ദോ ഇറ്റ് വാസ് AI ജനറേറ്റഡ്. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. കുറച്ചുകൂടെ ഉറക്കെ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഗോയിങ് ടു ബി വീഡിയോ ജനറേറ്റർ. ഞാൻ ഇന്ന് നമുക്ക് കളി നിങ്ങൾ കളിച്ച് ബോറടിച്ച് കാണും. സോ ലെറ്റ് മീ ഷോ യു ഹൗ വീഡിയോ ജനറേറ്റർ വാസ് ഒരു ഐ തിങ്ക് ദിസ് ഇസ് ലൈക്ക് 5-6 months ago ഇങ്ങനെയായിരുന്നു. ആൻഡ് ഇപ്പോഴത്തെ സോറ മോഡൽ എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. പ്ലേ ചെയ്തു പറയുമ്പോൾ ബോസ് ചെയ്യണേ. I know it looks totally weird, but okay, so ഇപ്പം നിങ്ങൾ കണ്ടത്
ഓക്കെ, ഇത് നോക്കണ്ട. ബട്ട് ഇതിൻ്റെ മുമ്പ് കണ്ടത് ഇത് ആക്ച്വലി അറൗണ്ട് 5-6 months മുമ്പ് ഇങ്ങനെയായിരുന്നു ടെക്സ്റ്റ് വീഡിയോ. ഇപ്പോഴെങ്ങനെയാണെന്നറിയോ? ഇതെങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കാം. അടുത്ത ഈസ് ട്രെയിലർ. ഓക്കെ, നമ്മൾ പറഞ്ഞ ട്രെയിലർ ഓഫ് എ മൂവി എന്ന് നമ്മൾ കൊടുത്തിട്ട് റെഡ് ഹാറ്റ് ഇട്ട് ഒരാളുടെ ട്രെയിലർ ഇൻ സ്പേസ് കോസ്മിക് എന്ന് പറഞ്ഞു. ആൻഡ് സി വാട്ട് ഇറ്റ് മെയ്ഡ്. ആ ഡിഫറൻസ് നിങ്ങൾ കാണണം. ലൈക്ക് ഇത് നിങ്ങൾ വിശ്വസിക്കത്തില്ല ഒരു റിയൽ സന്നാന്ന്. ടോട്ടലി ടെക്സ്റ്റ് വീഡിയോ. ദാറ്റ് ഇസ് നോട്ട് എ റിയൽ പേഴ്സൺ. ദിസ് ഇസ് നോട്ട് എ റിയൽ പ്ലേസ്. നത്തിങ് ഇസ് റിയൽ ഇൻ ദിസ്. ടോട്ടലി AI ജനറേറ്റഡ്. നിങ്ങൾ ആ ഡിഫറൻസ് കാണണം. 5 മാസത്തിൽ കിട്ടിയ ഡിഫറൻസ് ആയത്. ദാറ്റ് ഈസ് ഹൗ ഫാസ്റ്റ് AI is transforming guys. 10 വർഷത്തിൽ പോലും അത്ര വലുതായിട്ടില്ല. എനിവേ ദാറ്റ് ഈസ് യു ഷുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, നമ്മൾ ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഓരടിച്ച് കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പോവാ ഞാൻ എന്തൊക്കെ AI ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അറിയണോ ഞാൻ എന്താ ഉപയോഗിക്കുന്നതെന്ന്? അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഞാൻ AI എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ ട്രൈ ചെയ്യും. ജസ്റ്റ് ലൈക്ക് ഹൗ യു ഷുഡ് ഡു ഇറ്റ്, ബട്ട് ഡു ഇറ്റ് ഫോർ ദ കറക്റ്റ്. ഓക്കെ, സോ ഞാൻ പഠിത്തത്തിൽ ഫ്ലാഷ് ആൽഫോണോട്സ് അങ്ങനെ കുറച്ച് AI ടൂൾസ് ഉപയോഗിക്കും. ഐ ഡു നോട്ട് യൂസ് ഇറ്റ് ടു ഫുള്ളി റൈറ്റ് മൈ ഹോംവർക്ക്, ഓൺലി ഫോർ സ്റ്റഡീസ്. ബട്ട് അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കും. കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഞാൻ ഉപയോഗിക്കും താജയായ ചെയ്തി. അങ്ങനെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ ഫോട്ടോ എടുത്തോ. ബട്ട് വീഡിയോ എഡിറ്റിംഗിന് വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫയർ കട്ട്, റൺവേ ML, ടീച്ചിങ്ങിന് വേണ്ടി മിക്കതും ഈ പ്രസൻറ്റേഷനിലാണ് ജനറേറ്റ് ചെയ്തത് ഗാമ AI ആൻഡ് ടോം AI പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ. സോ എല്ലാത്തിലും ഐ ട്രൈ ടു ഇൻറ്റഗ്രേറ്റ് AI. ഞാൻ ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈൻ എല്ലാത്തിലും. സോ ദാറ്റ്സ് വൺ തിങ് യു ഷുഡ് ലേൺ ഫ്രം മീ. ബാക്കിയൊന്നും പഠിക്കണ്ട, അത് മാത്രം അറ്റ്ലീസ്റ്റ് യൂസ് ഇറ്റ് ഫോർ ദ റൈറ്റ് തിങ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് ആക്ച്വലി ഞാൻ വീഡിയോ കോണ്ടന്റ് ക്രിയേഷൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് ആക്ച്വലി ഒരു 7 വീഡിയോ മുമ്പേ ഇങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു. പ്ലേ ചെയ്തോ. Google's best Gemini demo was faked. It's highly edited and faked. Why would you believe it is real? The stock is now negative. Okay, tell me what happened. Google released their own AI to compete with ChatGPT. Wait, so they didn't already have AI assistant? They kinda did, but it's great. You know, like ChatGPT has its brain like GPT-4, the latest model with all the data. Every GPT-1 had lesser data, lesser knowledge than GPT-4. Just like that, Bard had Lambda and Palm models. They both were nothing compared to GPT-4, like nothing. So now they release their new AI models. Wait, you what? There are more AI. ഫുൾ കണ്ട് പോയിട്ട് പഠിപ്പിക്കുന്നില്ല മതി. Yeah, നിങ്ങൾ ആ റോബോട്ട് കണ്ടില്ലേ, അത് ബേസിക്കലി എൻ്റെ വേറെ ഫ്രണ്ട് അവിടെ ഇരുന്ന് സംസാരിക്കുക. അതിനെ ഫുള്ളായിട്ട് ഞാൻ AI റോബോട്ടാക്കി. സാധാരണ VFX ഒക്കെ ചെയ്യുന്ന ആൾക്കാർ കുറേ നാളെടുക്കും. അറ്റ്ലീസ്റ്റ് ദോസ് VFX ആർ ലൈക്ക് 1 year, ഒരു 1 year ഒക്കെ എടുത്തിട്ട് നല്ലതായിട്ട് ചെയ്യണമെങ്കിൽ. ഐ ഡിഡ് ഇറ്റ് ഇൻ ലിറ്ററലി ലൈക്ക് 1 day മാക്സ് പ്രോസസ്സ് ചെയ്യാനും ഫുൾ ഫുട്ടേജ്. ദാറ്റ്സ് ഹൗ സിമ്പിൾ ഇറ്റ് ഈസ് ടു യൂസ് വണ്ടർ ഫിൽമോറ. സോറി, അതിന് മുമ്പത്തെ സ്ലൈഡിലുണ്ട്. ബേസിക്കലി ദാറ്റ് ഈസ് ബേസിക്കലി വണ്ടർ ഫിൽമോറ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു യൂസ് ഷോ ഹൗ ഐ യൂസ് ചെയ്യാൻ. ബേസിക് ആയിട്ട് ഉപയോഗിക്കും, അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഐ ഓൾസോ ട്രൈ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമോ എൻ്റെ വാട്സാപ്പിൽ ചോദിക്കാം. ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ആൻസർ.